എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിൽ നിന്നും എടുത്തിട്ടുള്ള ഏതാനും GK ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ശരീരത്തിലെ തപാൽ ആഫീസ് എന്നറിയപ്പെടുന്നത് തലാമസ് ആണ് നമ്മുടെ ശരീരത്തിലെ തപാൽ ആഫീസ് എന്നറിയപ്പെടുന്നത്. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ. നാഷണൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം ബന്ദിലപ്പള്ളിയിലാണ് നാഷണൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം. നിരപരാധികൾ കൊല്ലപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇന്ത്യയെ വിഭജിക്കുകയാണ് എന്ന് ഇന്ത്യ വിഭജന വേളയിൽ അഭിപ്രായപ്പെട്ടതാര്? ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് നിരപരാധികൾ കൊല്ലപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇന്ത്യയെ വിഭജിക്കുകയാണ് എന്നത്. ഇത് ഇന്ത്യ വിഭജന വേളയിൽ നെഹ്റു അഭിപ്രായപ്പെട്ടതാണ്. പഞ്ചകല്യാണി നിരൂപണം രചിച്ചതാര്? രചിച്ചത് മന്നത്ത് പത്മനാഭനാണ് പഞ്ചകല്യാണി നിരൂപണം രചിച്ചത്. പഴയ ബോംബെ സംസ്ഥാനത്ത് നിന്ന് പിറവികൊണ്ട സംസ്ഥാനങ്ങൾ. ഗുജറാത്തും മഹാരാഷ്ട്രയുമാണ് പഴയ ബോംബെ സംസ്ഥാനത്തു നിന്നും പിറവികൊണ്ട സംസ്ഥാനങ്ങൾ. പാലങ്ങളുടെ നഗരം വെനീസാണ് പാലങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്. പുരട്ചി എന്ന പത്രം ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ് പുരട്ചി എന്ന പത്രം ആരംഭിച്ചത്. ബർദോളി സത്യാഗ്രഹം ആരംഭിച്ച തീയതി 1928 ഫെബ്രുവരി 12. 1928 ഫെബ്രുവരി 12-നാണ് ബർദോളി സത്യാഗ്രഹം ആരംഭിച്ചത്. ബാണാസുര സാഗർ നിർമ്മിച്ചിരിക്കുന്ന കരമനത്തോട് ഏതിൻ്റെ പോഷക നദിയാണ്? കബനിയുടെ പോഷക നദിയാണ് ബാണാസുര സാഗർ നിർമ്മിച്ചിരിക്കുന്ന കരമനത്തോട്. ബാണാസുര സാഗർ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഭരണഘടനയുടെ ജീവൻ എന്താണ്? ആമുഖമാണ് ഭരണഘടനയുടെ ജീവൻ എന്നറിയപ്പെടുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൈനോറിറ്റീസ് സബ് കമ്മിറ്റിയുടെ തലവനായിരുന്നത് H.C. മുഖർജി ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൈനോറിറ്റീസ് സബ് കമ്മിറ്റിയുടെ തലവനായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാക സംബന്ധിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ തലവനായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാക സംബന്ധിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ തലവനായിരുന്നത്. പ്രിസണർ 1990 ആരുടെ ആത്മകഥയാണ്? ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരാണ് പ്രിസണർ 1990 എന്നത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ ദാദാഭായ് നവറോജി ആയിരുന്നു ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ. ബ്രഹ്മാനന്ദോദയം എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികളാണ് ബ്രഹ്മാനന്ദോദയം എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്. 1868 ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കും മുമ്പ് നിക്കോബാർ ദ്വീപുകൾ ആരാണ് ഭരിച്ചിരുന്നത്? ഡെൻമാർക്ക് ആയിരുന്നു 1868 ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കും മുമ്പ് നിക്കോബാർ ദ്വീപുകൾ ഭരിച്ചിരുന്നത്. 1904 പ്രസിദ്ധീകരണം ആരംഭിച്ച വിവേകോദയത്തിൻ്റെ ആദ്യ ഔദ്യോഗിക എഡിറ്ററായിരുന്നത് എം ഗോവിന്ദനായിരുന്നു 1904 പ്രസിദ്ധീകരണം ആരംഭിച്ച വിവേകോദയത്തിൻ്റെ ആദ്യ ഔദ്യോഗിക എഡിറ്ററായിരുന്നത്. 1931 തളിപ്പറമ്പിൽ നടന്ന നമ്പൂതിരി യുവജന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് പാർവതി നെന്മിനിമംഗലമായിരുന്നു 1931 തളിപ്പറമ്പിൽ നടന്ന നമ്പൂതിരി യുവജന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. 1936 കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ് 1936 കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചത്.
1943 സെപ്റ്റംബർ 10 IPC 121A വകുപ്പ് പ്രകാരം തൻ്റെ സഹപ്രവർത്തകനായിരുന്ന അനന്തൻ നായർക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ട INA നേതാവ് വക്കം അബ്ദുൽ ഖാദർ. വക്കം അബ്ദുൽ ഖാദർ ആയിരുന്നു 1943 സെപ്റ്റംബർ 10 IPC 121A വകുപ്പ് പ്രകാരം തൻ്റെ സഹപ്രവർത്തകനായിരുന്ന അനന്തൻ നായർക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ട INA നേതാവ്. 1951 പൊതു തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ കേരളം 2 ഭാഗങ്ങളിലായിട്ടാണ് വോട്ട് ചെയ്തത്. അവ ഏതെല്ലാം? മലബാറും തിരുക്കൊച്ചിയും. 1951 പൊതു തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ കേരളം 2 ഭാഗങ്ങളിലായിട്ടാണ് വോട്ട് ചെയ്തത്. അവ മലബാറും തിരുക്കൊച്ചിയുമായിരുന്നു. 1968 മലപ്പുറം ജില്ല രൂപവത്കരിക്കുന്നതിനെതിരെ പ്രക്ഷോഭം നയിച്ചത് കേളപ്പൻ. കേളപ്പനാണ് 1968 മലപ്പുറം ജില്ല രൂപവത്കരിക്കുന്നതിനെതിരെ പ്രക്ഷോഭം നയിച്ചത്. അയ്യങ്കാളി ചരിത്രപ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893. 1893 അയ്യങ്കാളി ചരിത്രപ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയത്. അഞ്ചരക്കണ്ടിപ്പുഴയിൽ ധർമ്മടത്ത് മൊയ്തുപാലം പണി കഴിപ്പിച്ച വർഷം 1930. 1930 അഞ്ചരക്കണ്ടിപ്പുഴയിൽ ധർമ്മടത്ത് മൊയ്തുപാലം പണി കഴിപ്പിച്ചത്. മണ്ണുകൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ബാണാസുര സാഗർ. ബാണാസുര സാഗർ അണക്കെട്ടാണ് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട്. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം 1966. 1966 മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ചത്. മന്നത്ത് പത്മനാഭൻ്റെ പിതാവിൻ്റെ പേര്. മന്നത്ത് പത്മനാഭൻ്റെ പിതാവിൻ്റെ പേര് ഈശ്വരൻ നമ്പൂതിരി. ഈശ്വരൻ നമ്പൂതിരി എന്നാണ് മന്നത്ത് പത്മനാഭൻ്റെ പിതാവിൻ്റെ പേര്. മന്നത്ത് പത്മനാഭൻ്റെ ജീവശിഖാജാഥ പുറപ്പെട്ട സ്ഥലം. മന്നത്ത് പത്മനാഭൻ്റെ ജീവശിഖാജാഥ പുറപ്പെട്ട സ്ഥലം അങ്കമാലി. അങ്കമാലിയിൽ നിന്നുമായിരുന്നു മന്നത്ത് പത്മനാഭൻ്റെ ജീവശിഖാജാഥ പുറപ്പെട്ടത്. മൻഡാരിൻ ഏത് രാജ്യത്തെ ഭാഷയാണ്? മൻഡാരിൻ ഏത് രാജ്യത്തെ ഭാഷയാണ്? ചൈന. ചൈനയിലെ ഭാഷയുടെ പേരാണ് മൻഡാരിൻ. അമൃതവാണി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അമൃതവാണി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികളാണ് അമൃതവാണി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അയഡിൻ ലായനി അന്നജവുമായി ചേർന്നാൽ ലഭിക്കുന്ന നിറം. അയഡിൻ ലായനി അന്നജവുമായി ചേർന്നാൽ ലഭിക്കുന്ന നിറം നീല. അയഡിൻ ലായനി അന്നജവുമായി ചേർന്നാൽ ലഭിക്കുന്നത് നീല നിറമാണ്. മറിയാമ്മ നാടകം രചിച്ചതാര്? മറിയാമ്മ നാടകം രചിച്ചതാര്? കൊച്ചീപ്പൻ തരകൻ. കൊച്ചീപ്പൻ തരകനാണ് മറിയാമ്മ നാടകം രചിച്ചത്. മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെട്ടത്. മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെട്ടത് ഇടശ്ശേരി. ഇടശ്ശേരിയാണ് മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെട്ടത്. മാറുമറയ്ക്കൽ സമരം എന്നും അറിയപ്പെട്ട പ്രക്ഷോഭം. മാറുമറയ്ക്കൽ സമരം എന്നും അറിയപ്പെട്ട പ്രക്ഷോഭം ചാന്നാർ ലഹള. ചാന്നാർ ലഹളയാണ് മാറുമറയ്ക്കൽ സമരം എന്നും അറിയപ്പെട്ട പ്രക്ഷോഭം. മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ. മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപരായിരുന്നത് KP കേശവമേനോൻ. KP കേശവമേനോൻ ആയിരുന്നു മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ. മാതൃഭൂമിയുടെ ഡയറക്ടറായി പ്രവർത്തിച്ച സ്വാതന്ത്ര്യ സമര പോരാളിയായ വനിത AV കുട്ടിമാളുഅമ്മ. AV കുട്ടിമാളുഅമ്മയായിരുന്നു മാതൃഭൂമിയുടെ ഡയറക്ടറായി പ്രവർത്തിച്ച സ്വാതന്ത്ര്യ സമര പോരാളിയായ വനിത. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് എവിടെയാണ്? എടക്കുനി. എടക്കുനിയിലായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത്. R ശങ്കറുമായി ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചത്. R ശങ്കറുമായി ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനായിരുന്നു R ശങ്കറുമായി ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചത്. ആർട്ടിക്കിൾ 371 ക്ലോസ് 1 ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോവ. ആർട്ടിക്കിൾ 371 ക്ലോസ് 1 ഗോവ സംസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആരുടെ ശിഷ്യനായിരുന്നു സൂർദാസ്? ആരുടെ ശിഷ്യനായിരുന്നു സൂർദാസ്? വല്ലഭാചാര്യ. വല്ലഭാചാര്യയുടെ ശിഷ്യനായിരുന്നു സൂർദാസ്. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 1985. 1985 മുതലാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം
നൽകി തുടങ്ങിയത്? വാഗ്ഭടാനന്ദൻ അന്തരിച്ച വർഷം. വാഗ്ഭടാനന്ദൻ അന്തരിച്ച വർഷം 1939. 1939 വാഗ്ഭടാനന്ദൻ അന്തരിച്ചത്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പിതാവ്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പിതാവ് തുപ്പൻ ഭട്ടതിരിപ്പാട്. തുപ്പൻ ഭട്ടതിരിപ്പാടാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പിതാവ്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ മാതാവ്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ മാതാവ് ശ്രീദേവി അന്തർജനം. ശ്രീദേവി അന്തർജനമാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ മാതാവ്. വി ടി ഭട്ടതിരിപ്പാട് അന്തരിച്ച വർഷം. വി ടി ഭട്ടതിരിപ്പാട് അന്തരിച്ച വർഷം 1982. 1982 വി ടി ഭട്ടതിരിപ്പാട് അന്തരിച്ചത്. വിനായകാഷ്ടകം രചിച്ചത്. വിനായകാഷ്ടകം രചിച്ചത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ആയിരുന്നു വിനായകാഷ്ടകം രചിച്ചത്. വിഗ്രഹാരാധന ഖണ്ഡനം എഴുതിയത്. വിഗ്രഹാരാധന ഖണ്ഡനം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വിഗ്രഹാരാധന ഖണ്ഡനം എഴുതിയത്. ആരുടെ ആത്മകഥയാണ് കനലരിയും കാലം? കൂത്താട്ടുകുളം മേരി. കൂത്താട്ടുകുളം മേരിയുടെ ആത്മകഥയുടെ പേരാണ് കനലരിയും കാലം. വിശാഖ വിജയത്തിൻ്റെ കർത്താവ്. വിശാഖ വിജയത്തിൻ്റെ കർത്താവ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് വിശാഖ വിജയത്തിൻ്റെ കർത്താവ്. വില്ലുവണ്ടി സമരം നയിച്ചത്. വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളി. അയ്യങ്കാളിയായിരുന്നു വില്ലുവണ്ടി സമരം നയിച്ചത്. വിടുതലൈ എന്ന പത്രം ആരംഭിച്ചത്. വിടുതലൈ എന്ന പത്രം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ. ഇ വി രാമസ്വാമി നായ്ക്കറാണ് വിടുതലൈ എന്ന പത്രം ആരംഭിച്ചത്. വിവേകാനന്ദ സന്ദേശം ആരുടെ രചനയാണ്? വിവേകാനന്ദ സന്ദേശം ആരുടെ രചനയാണ്? ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികളുടെ രചനയാണ് വിവേകാനന്ദ സന്ദേശം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾക്കിടയിൽ സഖാവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നേതാവ് പി കൃഷ്ണപിള്ള. പി കൃഷ്ണപിള്ളയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾക്കിടയിൽ സഖാവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നേതാവ്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ എത്ര പരിസ്ഥിതി ലോല വില്ലേജുകൾ ഉണ്ട്? 123. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 123 പരിസ്ഥിതി ലോല വില്ലേജുകൾ ഉണ്ട്. ക്യാൻസർ കോശങ്ങളുടെ വളർച്ച കുറയ്ക്കാൻ സഹായകമായ കുറുക്കുമിനടങ്ങിയ വസ്തു മഞ്ഞൾ. ക്യാൻസർ കോശങ്ങളുടെ വളർച്ച കുറയ്ക്കാൻ സഹായകമായ കുറുക്കുമിനടങ്ങിയ വസ്തു മഞ്ഞൾ. കായൽ സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. കായൽ സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് കായൽ സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ആത്മവിദ്യയുടെ കർത്താവ്. ആത്മവിദ്യയുടെ കർത്താവ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യയുടെ കർത്താവ്. ആത്മവിദ്യാകാഹളത്തിൻ്റെ ആദ്യ എഡിറ്റർ. ആത്മവിദ്യാകാഹളത്തിൻ്റെ ആദ്യ എഡിറ്റർ സി പി രാമൻ. സി പി രാമനാണ് ആത്മവിദ്യാകാഹളത്തിൻ്റെ ആദ്യ എഡിറ്റർ. ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖല മലബാർ. മലബാറാണ് ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖല. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. യജമാനൻ മാസികയുടെ ഉപജ്ഞാതാവ്. യജമാനൻ മാസികയുടെ ഉപജ്ഞാതാവ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് യജമാനൻ മാസികയുടെ ഉപജ്ഞാതാവ്. നുരയും പതയും എന്ന നോവൽ എഴുതിയത്. നുരയും പതയും എന്ന നോവൽ എഴുതിയത് തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ നോവലാണ് നുരയും പതയും എന്നത്. 1949 കോപ്പൻഹേഗനിൽ നടന്ന ഇൻ്റർനാഷണൽ വിമൻസ് കോൺഫറൻസിൽ പങ്കെടുത്ത മലയാളി അമ്മു സ്വാമിനാഥൻ. അമ്മു സ്വാമിനാഥനാണ് 1949 കോപ്പൻഹേഗനിൽ നടന്ന ഇൻ്റർനാഷണൽ വിമൻസ് കോൺഫറൻസിൽ പങ്കെടുത്ത മലയാളി. അങ്കിൾ ഹോ എന്നറിയപ്പെടുന്നത്. അങ്കിൾ ഹോ എന്നറിയപ്പെടുന്നത് ഹോച്ചിമിൻ. ഹോച്ചിമിനാണ് അങ്കിൾ ഹോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ GK ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.